ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മിനൂസ് വേൾഡ്. എല്ലാവർക്കും മിനൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ സാധാരണയായി വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ട് വളരെ ഈസി ആയിട്ടുള്ള ഒരു തക്കാളി കൂട്ടാൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഉമ്മച്ചിമാരൊക്കെ ഉണ്ടാക്കി തരുന്ന അതേ ഒരു ടേസ്റ്റാണ്. എൻ്റെ ഉമ്മയും ഇവിടുത്തെ ഇക്കാടെ ഉമ്മയും എപ്പോഴും നമുക്ക് സ്പെഷ്യലായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അവർ രണ്ടുപേരും ഉണ്ടാക്കി തരാറുണ്ട്. ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് തക്കാളി ഒരു 4 എണ്ണമാണ്, വെളുത്തുള്ളി 4 എണ്ണം, വലിയ വെളുത്തുള്ളിയാണ്, പച്ചമുളക് 3 എണ്ണം, ഉണക്കമുളക് 2 എണ്ണം, കറിവേപ്പില 1 തണ്ട്, കടുക് 1 ടീസ്പൂണ്, ഓയിൽ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. ഇതാണ് നമുക്ക് ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് ഇതാ പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പച്ചമുളക്, കറിവേപ്പില, ഉണക്കമുളക് എന്നിവ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കാം. ഇപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ആഡ് ചെയ്യാം. ഈ കുരുമുളകൊക്കെ ഇടുന്നത് ഒരു സ്പെഷ്യൽ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. കുരുമുളക്, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഇവിടെ ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന അളവാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. ഇത് ചെറിയ തീയിലാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മസാലപ്പൊടികളൊക്കെ ടേസ്റ്റ് വ്യത്യാസം വരും. ഇപ്പോൾ ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടിട്ട് അതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എന്ത് സാധനം മൂപ്പിക്കാൻ ഇടുകയാണെങ്കിലും നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് മൂത്ത് വരും. ഇനി നമുക്ക് ഇതൊന്ന് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിത് അടച്ച് വയ്ക്കാം. ഒരു 5 മിനിറ്റ് അടച്ച് വെക്കേണ്ട ആവശ്യമേ വരുള്ളൂ. അപ്പോഴേക്കും നമ്മളുടെ ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് ആവാറായി. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മളുടെ തക്കാളിയൊക്കെ ഇതാ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ജസ്റ്റ് നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മളുടെ തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പിൻ്റെ കുറവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലിപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയുമാണ്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിലുള്ള ചെറിയ ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതിലോട്ട്. വളരെ പെട്ടെന്ന് തന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും നന്നായിട്ട് ഇഷ്ടപ്പെടും. എരിവ് കുറച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ കുട്ടികൾക്കും തന്നെ ഇഷ്ടപ്പെടും. ഇത് മാത്രം കൂട്ടിയിട്ട് തന്നെ ഒരു പ്ലേറ്റ് ചോറ് നമുക്ക് കഴിക്കാവുന്നതാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും. താങ്ക് യു.